ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു തട്ടിക്കൂട്ട് പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കിയാലോ. ഇത് തട്ടിക്കൂട്ടെന്ന് പറയുന്നതിന് ഒരു റീസൺ ഉണ്ട്, അത് ഞാൻ പതിയെ പറയാം. ചൂടായിട്ടുള്ള ഓയിലിലേക്ക് കുറച്ച് ഒണിയൻ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ദെൻ കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ റീസിൻസൊക്കെ ഇട്ടിട്ട് അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അരി വേവിക്കാനായിട്ടുള്ള വെള്ളം നന്നായി തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും അതിലേക്ക് സ്പൈസസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ്, ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ അതിലേക്ക് ചേർക്കാം. അതിനുശേഷം നമ്മുടെ അരി 1 ഹവറാണ് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അത് ടേസ്റ്റ് ഉണ്ടോ നോക്കാം. ഒട്ടും തന്നെ ഉപ്പ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് ഞാൻ പറഞ്ഞ റീസൺ. ഞാനിവിടെ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പ്രോൺസ് റോസ്റ്റാണ്, അത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഒരു പാനിലോട്ട്. അതിലേക്ക് കുറച്ച് തൈരും പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് കൊറിയൻഡർ ലീവ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അരി ഇവിടെ കുക്കായിട്ടുണ്ട്. 7 മിനിറ്റ്സാണ് എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. 1 ഹവർ ഞാൻ കുതിർത്ത് വെച്ച റൈസായിരുന്നു. ഇപ്പോൾ വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനത് ഈ ഒരു റോസ്റ്റിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ദെൻ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പുതിന എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ എന്തായാലും ഇടണം, അത് ഇടുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് അല്ലേ. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒണിയനൊക്കെ ഇട്ട് കൊടുത്തു. ദെൻ നെയ്യും കൂടെ കുറച്ച് ഒഴിച്ചതിന് ശേഷം ഞാൻ നന്നായിട്ട് അടച്ച് വയ്ക്കുന്നുണ്ട്. ഒരു 10 to 15 മിനിറ്റ്സ് നമ്മൾ ഇതേപോലെ ലോ ഫ്ലെയിമിൽ വെക്കുക. അപ്പോഴേക്കും നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ സംഭവം. അതിനുശേഷം തുറന്ന് നോക്കിയപ്പോൾ അടിപൊളി സ്മെല്ലായിരുന്നു. പ്രോൺസ് ആകുമ്പോൾ അങ്ങനെ നല്ല സ്മെല്ലെടുക്കും. ഓക്കെ, അതിനുശേഷം ഞാനത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ. നമ്മൾ വർക്കിംഗ് ഡേയ്സിലൊക്കെ ബിസി ആകുമ്പോൾ നമ്മൾ ഇതേപോലെ പ്രോൺസ് കിട്ടുന്ന ടൈമിൽ നമ്മൾ ഒത്തിരി പ്രോൺസ് ഉണ്ടെങ്കിൽ അതെടുത്ത് റോസ്റ്റൊക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാം. ഞാൻ തലേ ദിവസമായിരുന്നു റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ബാക്കി വന്നപ്പോൾ കുറച്ച് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കിയത്. കുറച്ച് ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള പ്രോൺസ് റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ സംഭവം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു മസാല കുറവുണ്ടായിരുന്നു. അതല്ലാതെ ബാക്കിയെല്ലാം സെറ്റായിട്ട്. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻസിൽ പറയണേ. അപ്പോൾ ബൈ.